ഗോമൂത്രം കുടിച്ചാൽ അസുഖം ഭേദമാകും എന്ന പ്രസ്താവനയെ ന്യായീകരിക്കുന്നു മദ്രാസ് IIT ഡയറക്ടർ വി കാമകോടി. ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണിത്. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ താല്പര്യമില്ലെന്നും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ പ്രസ്താവന എന്നും വി കാമകോടി പറയുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഈ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. എന്ത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ്, ഏത് ശാസ്ത്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോമൂത്രം രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് എന്ന് കണ്ടെത്തിയത് എന്ന ചോദ്യം സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ശാസ്ത്ര സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അവിടെ വീണ്ടും ഒരു വിശദീകരണം വന്നിരിക്കുന്നു. മുഹമ്മദ് റഹീസ്, ഞങ്ങളുടെ പ്രതിനിധി ചെന്നൈയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. മുഹമ്മദ് റഹീസ്, വീണ്ടും IIT ഡയറക്ടർ ഈ പ്രസ്താവനയെ ന്യായീകരിക്കുകയാണ്. ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്നാണോ അദ്ദേഹം പറയുന്നത്? എന്താണ് ഈ ന്യായീകരണവാദത്തിന്റെ ഉള്ളടക്കം? ഗോപികൃഷ്ണൻ, സമൂഹത്തെ ഏറ്റവും അധികം ശാസ്ത്രബോധം വളർത്തേണ്ട, ശാസ്ത്രീയമായി മുന്നോട്ട് നയിക്കേണ്ട ഒരു വ്യക്തി എന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ആവർത്തിച്ചുണ്ടാകുന്നത്. ആദ്യം അദ്ദേഹം അത്തരത്തിൽ ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം അത് ആദ്യം തന്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങളുടെ പുറത്താണ്. തന്റെ അച്ഛൻ ഇത്തരത്തിൽ ഗോമൂത്രം കുടിച്ച് ഈ അസുഖങ്ങൾ മാറ്റിയിരുന്നു. അപ്പോൾ അത് ബാക്ടീരിയ, ഫംഗസ് ഒക്കെ മാറ്റുന്നതിന് ഇത്തരത്തിൽ ഗോമൂത്രം കുടിച്ചാൽ അത് മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം അതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ട് ഗോമൂത്രവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ബാക്ടീരിയയും ഫംഗസിനെയും ഒക്കെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗോമൂത്രം എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഈ മദ്രാസ് IIT അടക്കം അത്തരത്തിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പല പ്രബന്ധങ്ങളും പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഇക്കാര്യം എനിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത എല്ലാവരിലും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ IIT ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ തനിക്ക് താല്പര്യമില്ല. ശാസ്ത്രീയമായ വശങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ ആ തരത്തിലൊരു ചിന്തയാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ ആമസോണിൽ പോലും ഗോമൂത്രവും ഒപ്പം തന്നെ ഇത് ചേർത്തിട്ടുള്ള ചില ഉൽപ്പന്നങ്ങളുമൊക്കെ വിൽക്കപ്പെടുന്നുണ്ട്. അത് ഈ ലോകമെമ്പാടും ഇതിനെ അംഗീകരിച്ചതിന്റെ ഒപ്പം തന്നെ ഔഷധ ഗുണം അത് കൃത്യമായി തെളിയിക്കപ്പെട്ടതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു ഗോമൂത്രവും അതിന്റെ ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കപ്പെടുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനവും ഒപ്പം തന്നെ IIT വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് ശരി റീസ്, സ്വാഭാവികമായിട്ടും റീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രാവബോധം വളർത്തുന്നതിനും ഒരു സയന്റിഫിക് ടെമ്പറമെന്റ് ഉണ്ടാക്കുന്നതിനും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയും ഒക്കെയാണ് IIT തലപ്പത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ചുമതലയും ഉത്തരവാദിത്വവും. അങ്ങനെയുള്ള ഒരാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഗോമൂത്രം ഒരു മികച്ച ചികിത്സയ്ക്കുള്ള മരുന്നാണ് എന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹം പറയുന്നത് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്, അത് അമേരിക്കയിൽ പലയിടങ്ങളിൽ അതിൻ്റെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെ ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയിട്ടുണ്ട്, ചില എക്സ്പെരിമെൻറ്റേഷൻസിലൂടെ അതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഏതായാലും ഈ വാദം സൂക്ഷ്മമായി, കാരണം വളരെ വിജിലൻ്റായി നിൽക്കുന്ന ഒരു ശാസ്ത്ര സമൂഹം, ഒരു സയൻറ്റിഫിക് സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി നമുക്കിടയിലുണ്ട്. അവർ സ്വാഭാവികമായും ഈ വാദത്തെ ഗണ്ണിക്കുന്ന, അല്ലെങ്കിൽ ഈ വാദത്തിന് ശരിയാണോ തെറ്റാണോ എന്ന് ഇഴകീറി പരിശോധിക്കുന്ന വിവരങ്ങളുമായി വരും ദിവസങ്ങളിൽ പുറത്തുവരും. എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചകൾക്ക് ഇടവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം കൈവരുന്നത് അങ്ങനെയാണ്.